വീട്ടിലെ ഓരോ പ്രശ്നങ്ങളാ. വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ പോകുന്നു ഞാൻ കരുതിയിരുന്ന വീടാ നിരഞ്ജൻ ഡോക്ടറിൻ്റെത്. അവിടെയുണ്ട് പൊട്ടലും ചീറ്റലും ഒക്കെ. എന്തുപറ്റി? നിരഞ്ജൻ ഡോക്ടറിന്റെ അമ്മ അവരൊറ്റയ്ക്ക് നടന്നു വന്ന് കണ്ടിട്ടാ ഞാനൊന്ന് വിളിച്ച് സംസാരിച്ചത്. അപ്പോഴല്ലേ ഓരോ കഥകളും അറിയുന്നത്. അവിടെ ആ പൊന്നുമണി പ്രശ്നമാണ്. എന്തായാലും അമ്മയെ നല്ലോണം നോക്കാൻ പറയൂ കൂട്ടുകാരനോട്. അല്ലെങ്കിൽ ആ അമ്മ വല്ല അനാഥ മന്ദിരത്തിലേക്കും പോവും. അത്രയ്ക്ക് രൂക്ഷമാണോ സ്ഥിതി? അതെ. ഞാൻ കണ്ടില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ആ അമ്മ ഈ നാട് തന്നെ ഉപേക്ഷിച്ച് എങ്ങോട്ടെങ്കിലും പോയേനെ. മക്കളില്ലെങ്കിൽ അത് പറയായിരുന്നു. പക്ഷെ ഇതിപ്പോൾ അങ്ങനെയല്ലല്ലോ. പ്രശസ്തനായ ഒരു ഡോക്ടറുടെ അമ്മ. ആരെങ്കിലും കേട്ടാ ചിരിക്കും. ഡോക്ടർക്ക് അമ്മയെ കൂടെ കൊണ്ടുവന്ന് നിർത്തണമെന്നുണ്ട്. പക്ഷേ സാഹചര്യം കുരുക്കത് മാത്രമല്ല. പൊന്നുമണി തനിച്ചാവില്ലേ? അതിനിപ്പോ തനിച്ചല്ലല്ലോ. അതെ. എന്നിട്ടും എന്താ സംഭവിച്ചതെന്ന് ഞാൻ ചോദിക്കാം. ഒരു കാര്യം ചെയ്യാം. ഫോണിലൂടെ വേണ്ട, നമുക്കങ്ങോട്ട് നേരിട്ട് പോവാം. അത് വേണം. ക്ലിനിക്കിലേക്കല്ലേ? നടന്നത് എന്താണെന്ന് താൻ തന്നെ പറഞ്ഞാൽ മതി. എങ്കിലേ അതിന്റെ ഗൗരവം എന്താണെന്ന് ഡോക്ടർക്ക് മനസ്സിലാവും. വേണ്ട പ്ലീസ് എത്തു, എന്നെ നിർബന്ധിക്കല്ലേ. എടോ, നടന്ന കാര്യങ്ങൾ പറയുന്നു. അത് ദേവി തന്നെ വിശദീകരിക്കുന്നതാണ് എന്റെ ഭംഗി. എന്നൊരു കാര്യം ചെയ്യാം, ഞാൻ ഡോക്ടറെ ഒന്ന് വിളിക്കാം. ആരാ? എൻ്റെ പേര് തങ്കച്ചി. വണക്കം അമ്മ. വണക്കം. വിശേഷങ്ങളൊക്കെ അറിഞ്ഞല്ലോ അല്ലേ? ഒരു തവണ പോലീസ് പിടിച്ച് കൊണ്ടുപോയതല്ലേ ശരവണനെ? എന്നിട്ടോ അവൻ പാഠം പഠിച്ചില്ലല്ലോ ചെമ്പക. കൈവശം അതാ കാരണം. ഞാനൊരു വഴി പറയാം, അതുപോലെ ചെയ്യണം. ചെയ്യാമോ? അതിനുള്ള ധൈര്യം നിനക്കുണ്ടോ? എന്റെ കണവന് വേണ്ടി ഞാൻ എന്ത് ചെയ്യും? എനിക്ക് അദ്ദേഹത്തെ വേണം. പൊന്നുമണി, അവളാണ് ഉടുമ്പ് കയറി പിടിച്ചിരിക്കുന്ന പോലെ പിടിച്ചിരിക്കുന്നത്. പോലീസിനെ വിട്ടാലൊന്നും ഒരു പ്രയോജനവുമില്ല. കാരണം അവര് കല്യാണം കഴിച്ചിട്ടല്ല ഒരുമിച്ച് താമസിക്കുന്നത്. നിയമപരമായിട്ട് അവർ ഭാര്യയും ഭർത്താവും ആണെങ്കിലേ പോലീസിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. മാഡം പറ, ഞാൻ എന്താ ചെയ്യേണ്ടത്? നീ ആ വീട്ടിൽ ചെല്ലണം, എന്നിട്ട് അവിടെ താമസിക്കണം. നിന്റെ ഭർത്താവ് താമസിക്കുന്നിടത്ത് നീയും താമസിക്കുമെന്ന് പറയാനുള്ള അവകാശം നിനക്കുണ്ട്. നീ അത് ഉപയോഗിക്കണം. നിന്നാരും ഒന്നും ചെയ്യില്ല. ചെയ്താൽ ഞാൻ ഇടപെട്ടോളാം. എൻ്റെ കയ്യിൽ കാശുണ്ട്, വക്കീലന്മാരുണ്ട്, എല്ലാം ഉണ്ട്. അതുകൊണ്ട് ധൈര്യമായിട്ട് ചെല്ല്. കൊലക്കണം നീ ആ വീട്, കൊലയ്ക്ക് മറിക്കണം. ശരവണൻ അവിടെ നിന്ന് ഇറങ്ങി ഓടാൻ തോന്നണം. പൊന്നുമണിക്ക് മടുക്കണം അയാളെ. മനസ്സിലായോ? എൻ്റെ ഒരാള് നിനക്ക് കുറച്ച് കാശ് കൊണ്ടുതരും. എന്തെങ്കിലും ആവശ്യം വന്നാൽ ഉപയോഗിക്കാം. ഭാര്യമാരെ നോക്കാത്ത ഭർത്താക്കന്മാരോട് എനിക്ക് ഭയങ്കര ദേഷ്യം. അതാ ഞാൻ നിന്നെ സഹായിക്കുന്നത്. പോയിട്ട് വാ, എല്ലാം ഭംഗിയായിട്ട് നടക്കണം. നടക്കും അമ്മ, ഞാൻ നടത്തും, കണ്ടിപ്പോ നടത്തും. അത് മതി, പോ. നീ ആരാണെന്നും ഒരു ഭാര്യയുടെ വില എന്താണെന്നും എല്ലാവരും അറിയട്ടെ. സിദ്ധുട്ടാ, എന്താ? ആ രണ്ടാമത്തെ ഡിമാൻഡ്
പാർവതിയമ്മയുടെ മാല അതൊന്നും വേണ്ടെന്ന് വെക്കാൻ പറ്റോ? പറ്റില്ല. ആ മാല കിട്ടിയിട്ട് എന്തിനാ സിദ്ധുവേട്ടാ? അതൊക്കെ എന്തിനാ നീ അറിയുന്നത്? അവളുടെ മുൻപിൽ ആളാവാനായിരിക്കും. ആണെന്ന് തന്നെ കൂട്ടിക്കോ. കല്യാണം കഴിഞ്ഞ ഉടനെ അതേ പന്തലി വെച്ച് താലിമാല ഊരിയെറിഞ്ഞ് നിനക്ക് താലിയുടെ മഹത്വമൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. എന്നാലേ അത് മനസ്സിലാവുന്ന ചിലരുണ്ട്, അവർക്ക് കൊടുക്കാൻ ആ മാല. ആ പാർവതി എന്ന് പറയുന്ന സ്ത്രീക്കും താലിയോടൊന്നും വലിയ മതിപ്പില്ല. അല്ലെങ്കിൽ അന്നത് ഊരി തരില്ലല്ലോ. ഒരു ചെറിയ വിട്ടുവീഴ്ചയെങ്കിലും ചെയ്യ് സിദ്ധുവേട്ടാ. ആ മാലയൊന്നും ഒഴിവാക്ക് പ്ലീസ്. പറ്റില്ല എന്ന് പറഞ്ഞില്ലേ? മാലയില്ലെങ്കിൽ വിഷ്ണു ഇല്ല. ഉറപ്പാണോ? ആ, ഉറപ്പാ. എനിക്ക് കൊണ്ടുപോയി പുഴുങ്ങി തിന്ന്. ഇപ്പൊ എവിടുന്ന് വന്നു ഈ മാല? ആകാശത്തുനിന്ന് ഞാൻ വരുത്തി. രണ്ടാവശ്യം ഞാൻ സമ്മതിച്ചല്ലോ. ഇനി വിഷ്ണുവിനെ ഇറക്കാലോ. ഒരു ദിവസം മുൻപെങ്കിൽ ഒരു ദിവസം മുൻപ് വിഷ്ണു പുറത്തിറങ്ങിയിരിക്കണം. ആദ്യം മ്യൂച്വൽ ഡിവോഴ്സ് പെറ്റീഷൻ തയ്യാറാക്കണം. അതിൽ നീ ഒപ്പിടണം. ഒപ്പിട്ട് കഴിഞ്ഞാൽ വിഷ്ണുവിന്റെ വക്കാലത്ത് ഞാൻ ഏറ്റെടുക്കും. അതോടെ നമ്മൾ പിരിയുമല്ലേ? നമ്മളതിനെ എന്നേ പിരിഞ്ഞവരാ. ഒരിക്കൽ പോലും ഒരു കാര്യത്തിലും യോജിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ലല്ലോ. അതുകൊണ്ട് പിരിയുന്നു എന്നത് വെറും ഒരു ടെക്നിക്കലാ. വൈകാരികമായി അത് നമ്മളെ രണ്ടുപേരെ സ്പർശിക്കത്തുമില്ല. എന്നെ സ്പർശിക്കുന്നുണ്ട്. ഞാൻ സിദ്ധന്റെ ഒപ്പം ഒരു ജീവിതം ആഗ്രഹിച്ചിരുന്നു, പ്രതീക്ഷിക്കുകയും ചെയ്തിരുന്നു. ഇല്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എന്റെ ഒപ്പം ജീവിക്കണമെന്ന് നീ ആഗ്രഹിച്ചിരുന്നെങ്കിൽ ഇങ്ങനൊന്നും നീ പെരുമാറില്ലായിരുന്നു. ഇനി അതിനെക്കുറിച്ചൊന്നും പോസ്റ്റ്മോർട്ടം നടത്താൻ ഞാൻ തയ്യാറുമല്ല. കഴിയേണ്ടത് കഴിയുന്നു, അത്രയും വിചാരിച്ചാൽ മതി. അപ്പൊ കാണാം. പെറ്റീഷൻ ഡ്രാഫ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നിന്നെ അറിയിക്കാം. ദുർമരണം, അതും ഒരു പെണ്ണ്. കൊന്നതാ. ആ ആത്മാവ് ഭൂമി വിട്ടു പോയിട്ടില്ല. ഭൂമി വിട്ടെന്നല്ല, ആ വീട് വിട്ടുപോലും പോയിട്ടില്ല. പിന്നെ പെണ്ണ് മാത്രമല്ലല്ലോ, ഒരു ആണും കൂടിയുണ്ട്. അങ്ങനെ വരുമ്പോൾ ഒന്നല്ല, രണ്ടാത്മാക്കൾ. പെണ്ണിന് കൂട്ട് ആണ്. ശരിയാ. കുറച്ചുനാൾ മുമ്പ് ഇപ്പൊ മരിച്ച കുട്ടിയുടെ ഏട്ടനും മരിച്ചിരുന്നു.